കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. നമ്മൾ കർക്കിടക വാവ് എന്ന വിഷയത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഈ 2021 ഓഗസ്റ്റ് മാസം 8-ാം തീയതി, കർക്കിടക മാസം 23-ാം തീയതി ഞായറാഴ്ചയാണ് കർക്കിടക വാവ് വരുന്നത്. അപ്പോൾ കർക്കിടക മാസ അനുഷ്ഠാനങ്ങൾ കൂടാതെ കർക്കിടക വാവിൻ്റെ അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം നമ്മൾ പൊതുവെ ചിന്തിച്ച് ചെയ്യാറുള്ള കാര്യങ്ങളാണ്. കർക്കിടക വാവ് ബലി നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട തീർത്ഥകരകളിലെല്ലാം തന്നെ, ആലുവ, മണപ്പുറം, അതുപോലെ മറ്റ് നദീതീരങ്ങൾ, ഇവിടങ്ങളിലെല്ലാം സമഗ്രമായിട്ട് നടക്കാറുമുണ്ട്. അപ്പം ഇതൊക്കെ അനവധി വർഷങ്ങളായിട്ട് നടന്നു വരുന്ന കാര്യങ്ങളായതുകൊണ്ട് കർക്കിടക വാവിൻ്റെ പ്രാധാന്യമൊന്നും ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കൊച്ചുകുട്ടികൾക്കുൾപ്പെടെ ഇപ്പോഴത് അറിയാവുന്നതാണ്. അപ്പം നമ്മൾ പ്രായോഗികമായിട്ട് എങ്ങനെ അത് നടപ്പിലാക്കാം എന്നുള്ളതാണ്. കർക്കിടക വാവിന് പിതൃപരമ്പരയ്ക്കാണ് തർപ്പണം. അതാണ് നമ്മൾ ആദ്യമായിട്ട് തിരിച്ചറിയേണ്ട ഒരു വസ്തുത. ഒരാളിൻ്റെ ഒരു പിതൃസ്ഥാനത്തിനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല. പകരം അനവധി തലമുറകൾക്ക് മുമ്പ് മുതൽ കഴിഞ്ഞുപോയ വംശപരമ്പരയുടെ ആത്മശാന്തിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നതാണ് കർക്കിടക വാവ്. അപ്പം ആ പരമ്പരയ്ക്ക് വേണ്ടി ചെയ്യുന്നതും ഒരു വ്യക്തിയുടെ ബലിതർപ്പണങ്ങളും തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പരമ്പരയ്ക്ക് വേണ്ടി അനവധി തലമുറകളിലൂടെ തുടരുന്ന വംശപരമ്പരയ്ക്ക് വേണ്ടി ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടി കൂടുതൽ ആത്മീയമായ പരിവേഷവും പ്രാർത്ഥനാ സമർപ്പണവും ആവശ്യമാണ്. അപ്പോൾ വളരെ വിപുലമായി ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത് ശ്രാദ്ധകർമ്മങ്ങൾ നടക്കുന്ന ഒട്ടേറെ തീർത്ഥസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ എമ്പാടുമുണ്ട്. ഒന്നുകിൽ കർക്കിടക വാവിന് തലേ ദിവസം ശരിയായ രീതിയിൽ വ്രതാനുഷ്ഠാനങ്ങൾ എടുത്തുകൊണ്ട് ഈ തീർത്ഥസ്ഥാനങ്ങളിൽ പോയിട്ട് ബലിതർപ്പണങ്ങൾ ചെയ്യുന്ന സമൂഹത്തോട് ചേർന്ന് നിങ്ങൾ അതാത് സ്ഥലത്തെ ആചാര്യ നിർദ്ദേശമനുസരിച്ച് ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്യുക. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ വിപുലമായ തർപ്പണ കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ സ്വന്തം ഗൃഹത്തിൽ ശ്രാദ്ധം ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? അപ്പോൾ ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സ്വന്തം ഗൃഹത്തിൽ നിങ്ങൾക്ക് ഫലപ്രദമായി എങ്ങനെ കർക്കിടക വാവ് ശ്രാദ്ധം ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു 4-5 ദിവസം മുമ്പ് മുതൽ ആഹാരശുദ്ധി വ്രതമെടുക്കുന്നതാണ് ഉത്തമം. അന്നന്ന് പാകം ചെയ്യുന്ന സസ്യാഹാരം മാത്രം അന്നന്ന് കഴിക്കുക. അതാണ് ആഹാരശുദ്ധി. അത് കുറഞ്ഞതൊരു 4-5 ദിവസം മുമ്പ് മുതലേ എടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. തലേ ദിവസം ഒരിക്കൽ വ്രതം എടുക്കുക. ഒരിക്കൽ വ്രതം എന്ന് പറഞ്ഞാൽ ഒരു നേരം അരി ഭക്ഷണം. അങ്ങനെ ഒരു ശരിയായ ഒരു വ്രതാനുഷ്ഠാനം ആദ്യം എടുക്കുക. കർക്കിടക വാവ് ദിവസം പുലർകാലത്ത് കുളി കഴിഞ്ഞ് നിങ്ങളൊരു വാഴയിലയിൽ അതിൻ്റെ ശിരോഭാഗത്ത് 5 തിരിയിട്ട് ഒരു നിലവിളക്ക് കൊളുത്തി വയ്ക്കുക. അതിനുശേഷം ദർഭ, ഒരു പിടി ദർഭ എടുത്ത് അതിൻ്റെ തലയ്ക്കൽ പവിത്രക്കെട്ട് പോലെ ഒരു കെട്ടുണ്ട്, അത് കെട്ടണം. പവിത്രക്കെട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ പവിത്രക്കെട്ട് ചെയ്ത് ഒരു പിടി ദർഭ നൂലുകൊണ്ട് കൂട്ടിക്കെട്ടി ഈ വാഴയിലയുടെ മുകളിലായിട്ട് സ്ഥാപിക്കുക. അതോടൊപ്പം ദർഭ കൊണ്ട് ഒരു പവിത്രമുണ്ടാക്കി നിങ്ങൾ മോതിര വിരലിൽ ധരിക്കാൻ മറക്കരുത്. ഇനി നിങ്ങൾ ഒരു കിണ്ടിയിൽ കുറച്ച് ജലം, എള്ള്, പൂവ്,
കുറച്ച് ചന്ദനം ചാലിച്ചത്, അരി അതായത് ഉണക്കലരി, ഒരു ഗ്ലാസ്സിൽ ഒരൽപ്പം പാല്, പിന്നെ ഒരൽപ്പം മറ്റൊരു ഗ്ലാസ്സിൽ തൈര്, പിന്നെ മറ്റൊരു ഗ്ലാസ്സിൽ ഒരൽപ്പം നെയ്യ്, നാലാമതൊരു ഗ്ലാസ്സിൽ തേൻ, ഇത്രയും കരുതിയിരിക്കുക. എള്ള്, പുഷ്പം, ചന്ദനം, അരി, പാല്, തൈര്, നെയ്യ്, തേന്, ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ആ വാഴയില നിങ്ങളുടെ തൊട്ടു മുമ്പിലായിട്ട് വാഴയിലയുടെ കീഴ്ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. കിണ്ടിയിൽ ജലവും വേണം. കുറച്ച് ദർഭ ചേർത്തെടുത്ത് അത് മുകളിലും താഴെയും മുറിച്ച് ദർഭയുടെ ഒരു കെട്ടായിട്ട് അതിൻ്റെ നടുക്ക് നൂലുകൊണ്ട് ചുറ്റിക്കെട്ടി അത് ഈ കിണ്ടിക്കകത്ത്, അതിങ്ങനെ കിണ്ടിയിൽ നിന്നും ജലമെടുത്ത് തളിക്കുന്നതിന് വേണ്ടി ദർഭ കിണ്ടിക്കകത്ത് ഇട്ട് വെക്കണം. ഇനി ആദ്യം നിങ്ങൾ ഈ കിണ്ടിയിലെ വെള്ളം 2 കൈയിലുമായിട്ട് എടുത്ത് ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് സപ്തസിന്ധുക്കളെ, പുണ്യവാഹിനികളായ സപ്തസിന്ധുക്കളെ ആവാഹിക്കുന്ന ഒരു ശ്ലോകം ചൊല്ലുക. അത് ഇപ്രകാരമാണ്: ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഗംഗയും യമുനയും ഗോദാവരിയും സരസ്വതിയും നർമ്മദയും സിന്ധുവും കാവേരിയുമാകുന്ന 7 നദികളിലെ പുണ്യജലം ഈ കിണ്ടിയിലെ ജലത്തിൽ വന്ന് ലയിച്ചു ചേരട്ടെ. ഈ സപ്തസിന്ധുക്കളുടെ പുണ്യ ചൈതന്യം ഈ കിണ്ടിയിൽ വന്ന് ലയിച്ചു ചേരട്ടെ, ഇതിൽ സാന്നിധ്യപ്പെടട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. 3 പ്രാവശ്യം ഈ ശ്ലോകം ചൊല്ലണം. വെറുതെ ഇതല്ല, ഏത് ശ്ലോകമാണെങ്കിലും വെറുതെ ഇങ്ങനെ ചൊല്ലുന്നതിലല്ല കാര്യം, ഭാവനയിലാണ് കാര്യം. നിങ്ങൾ നാമം ജപിച്ചാലും മന്ത്രം ജപിച്ചാലും സ്തോത്രം ചൊല്ലിയാലും കീർത്തനം ചൊല്ലിയാലും വായുകൊണ്ട് ചൊല്ലുന്ന പദങ്ങളിൽ മാത്രമല്ല കാര്യം, അത് ചൊല്ലുന്നതിനോടൊപ്പം മനസ്സിൻ്റെ ഉള്ളിലെ ഭാവനയിലാണ് കാര്യം. ഈ സപ്തനദികളുടെ പുണ്യ ചൈതന്യം നമ്മുടെ കിണ്ടിയിലെ ജലത്തിൽ വന്ന് ലയിക്കുന്നു എന്ന് നന്നായി ഭാവന ചെയ്ത് ഈ ശ്ലോകം 3 തവണ ചൊല്ലി കിണ്ടി താഴത്ത് വെക്കുക. എന്നിട്ട് ആ ദർഭ കിണ്ടിയിൽ മുക്കി കുറച്ച് ജലം ആ ഇലയിൽ തളിക്കുക. അതിനുശേഷം ആ ഇലയുടെ തലയ്ക്കൽ മോൾ ഭാഗത്ത് നമ്മൾ വച്ചിരിക്കുന്ന പവിത്രക്കെട്ട് കെട്ടിയ ആ ദർഭക്കെട്ട് അത് 2 കൈയിലും എടുത്ത് അഖില പിതൃസഞ്ചയങ്ങളെ, കഴിഞ്ഞുപോയ ജന്മജന്മാന്തരങ്ങളിലെ പിതൃസമൂഹത്തെ ഈ ബലി തർപ്പണങ്ങൾ സ്വീകരിക്കുന്നതിന് ഞാൻ ഭൂമിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് മനസ്സിൽ വിനയപൂർവം നന്നായി പ്രാർത്ഥിച്ച് അത് ആ വാഴയിലയുടെ തലയ്ക്കൽ ശിരോഭാഗത്ത് വെക്കുക. അപ്പോൾ നമ്മൾ നല്ല സിമ്പിളായ മലയാള ഭാഷയിൽ മനസ്സിൽ നന്നായിട്ട് ഭാവന ചെയ്യുക. ജന്മജന്മാന്തരങ്ങളിലെ എൻ്റെ പൂർവ പരമ്പരയുടെ ആത്മസമൂഹത്തെ, പിതൃ സമൂഹത്തെ അഥവാ പിതൃസഞ്ചയത്തെ, എൻ്റെ ഈ ശ്രാദ്ധം, എൻ്റെ ഈ തർപ്പണങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിച്ചിരുത്തുന്നു എന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച് ആ വാഴയിലയുടെ തലയ്ക്കൽ വെക്കുക. അതിനുശേഷം ഈ കിണ്ടിക്കകത്ത് കിടക്കുന്ന ദർഭ
ഉയർത്തിയെടുത്ത് കുറച്ച് വെള്ളം അതിൽ തളിച്ച് എള്ള് ഒരു നുള്ള് കയ്യിലെടുത്ത് കിണ്ടിവാലിൽ കൂടെ വെള്ളം ചേർത്ത് ആ ദർഭക്കെട്ടിൽ സമർപ്പിക്കുക. അത് കഴിഞ്ഞ് പുഷ്പം കുറച്ചെടുത്ത് ജലം ചേർത്ത് ആ ദർഭക്കെട്ടിൽ സമർപ്പിക്കുക. ചന്ദനം കയ്യിൽ തൊട്ടെടുത്ത് ഈ ജലം ചേർത്ത് ആ ദർഭക്കെട്ടിൽ സമർപ്പിക്കുക. അതിനുശേഷം ഒരു തവണ പുഷ്പമെടുത്ത് ആ ദർഭക്കെട്ടിൽ ഒന്ന് അർപ്പിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ വീണ്ടും എള്ള് ജലം ചേർത്ത് സമർപ്പണം ചെയ്യുക. പുഷ്പം ജലം ചേർത്ത് സമർപ്പണം ചെയ്യുക. ചന്ദനം ജലം ചേർത്ത് സമർപ്പണം ചെയ്യുക. വീണ്ടും ഒരു പുഷ്പം അർച്ചിക്കുക. അപ്പം എള്ളും പൂവും ചന്ദനവും ഓരോ പ്രാവശ്യം വീതം വെള്ളം ചേർത്ത് സമർപ്പിച്ചിട്ട് പിന്നെ പൂവ് മാത്രമായിട്ട് ഒന്ന് അർച്ചിക്കുന്നുണ്ട്. ഈ പ്രക്രിയ 2 പ്രാവശ്യം ചെയ്യുന്നു. ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്തതിന് ശേഷം എള്ളും പൂവും ചന്ദനവും കൂടെ കൂട്ടിയെടുത്ത് ഒരുമിച്ച് തൊട്ടെടുത്ത് അത് വെള്ളം ചേർത്ത് ഈ ദർഭക്കെട്ടിൻ്റെ തലക്കൽ സമർപ്പണം ചെയ്യണം. അതിനുശേഷം ഈ ഗ്ലാസ്സിൽ പാല് ഈ ദർഭക്കെട്ടിലേക്ക് പിതൃക്കൾക്ക് ശിഷ്ടാന്നം സമർപ്പിക്കുന്നു. വിശിഷ്ടമായ പിതൃക്കൾക്ക് ശിഷ്ടാന്നം സമർപ്പിക്കുന്നു എന്ന് സങ്കല്പിച്ച് ഈ പാല് കൊണ്ട് ഒരു തർപ്പണം, പാല് ദർഭക്കെട്ടിൽ സമർപ്പിക്കുക. അത് കഴിഞ്ഞ് തൈര് ഒരൽപ്പം ദർഭക്കെട്ടിൽ ഒഴിക്കുക. അത് കഴിഞ്ഞ് നെയ്യ് ദർഭക്കെട്ടിൽ ഒഴിക്കുക. 4-മതായിട്ട് തേൻ ദർഭക്കെട്ടിൽ ഒഴിക്കുക. അപ്പോൾ പാല് കൊണ്ട് തർപ്പണം, തൈര് കൊണ്ട് തർപ്പണം, നെയ്യ് കൊണ്ട് തർപ്പണം, തേൻ കൊണ്ട് തർപ്പണം, 4 വീണ്ടും എള്ള് ഒരു പ്രാവശ്യം, പൂവ് ഒരു പ്രാവശ്യം, ചന്ദനം ഒരു പ്രാവശ്യം, ഇത് 3 കൂടെ ചേർത്ത് ഒരു പ്രാവശ്യം. പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ. ആദ്യം പാല് കൊണ്ട് തർപ്പണം, പിന്നെ തൈര് കൊണ്ട് തർപ്പണം, പിന്നെ നെയ്യ് കൊണ്ട് തർപ്പണം, പിന്നെ തേൻ കൊണ്ട് തർപ്പണം. അതിനുശേഷം എള്ളും പൂവും ചന്ദനവും ചേർത്തെടുത്ത് വെള്ളം കൂടെ ചേർത്ത് ദർഭക്കെട്ടിൽ സമർപ്പിക്കുക. പിന്നീട് പുഷ്പം ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർത്ത് 2 കൈയിലുമായിട്ട് കൂട്ടിയെടുത്ത് അനാദിനിധനാനന്ദ ശംഖചക്ര ഗദാധര അക്ഷയ പുണ്ടരീകാക്ഷ പ്രേതമുക്തിപ്രദോ ഭവ എന്ന് ചൊല്ലി ദർഭക്കെട്ടിൽ സമ്പൂർണമായിട്ട് സമർപ്പിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക. ഒന്നുകൂടെ ചൊല്ലാം. അനാദിനിധനാനന്ദ ശംഖചക്ര ഗദാധര അക്ഷയ പുണ്ടരീകാക്ഷ പ്രേതമുക്തിപ്രദോ ഭവ എന്നുള്ള മഹാവിഷ്ണുവിൻ്റെ പിതൃമോക്ഷ മന്ത്രം നന്നായി ചൊല്ലി ഈ പുഷ്പം സമർപ്പിച്ച് ഒരല്പനേരം ഈ ശ്ലോകം പല പ്രാവശ്യം അവിടെ ഇരുന്ന് ചൊല്ലി തങ്ങളുടെ പൂർവ പരമ്പരയുടെ ആത്മസമൂഹം സമ്പൂർണമായി വിഷ്ണുപാദങ്ങളിൽ ലയിച്ചു ചേരണമേ എന്ന് ഭഗവാനോട് നന്നായി പ്രാർത്ഥിച്ച് ഈ ഇല 2 കൈകൊണ്ടും ചേർത്തെടുത്ത് എവിടെയാണോ ഇത് ഒഴുക്കുന്നത് അവിടെ ഒഴുക്കി പ്രാർത്ഥിച്ച് കുളിച്ച് കയറി ക്രിയകൾ സമാപിപ്പിക്കാം.